എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നൂലുകെട്ടൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണ്. ആ സമയത്ത് അഭി നവ്യയോട് പറയുവാണ്, നവ്യ നിൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞതാണ്, ഇന്നിപ്പോൾ നൂലുകെട്ടും കഴിഞ്ഞു, അതുകൊണ്ട് നീ നന്നായിട്ട് ശരീരം നോക്കിക്കോണം, അതുപോലെ തന്നെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ എന്നൊക്കെ പറയുക. അന്നേരമാണ് ജാനകി കാണുന്നത്. അങ്ങോട്ട് മാറി നിന്ന് അനി ആർക്കൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട്. അന്നേരം ജലജയും ജാനകിയും ഇങ്ങോട്ട് അനിയുടെ അടുത്തോട്ട് ചെന്നിട്ട്, നീ ആർക്കാടാ മെസ്സേജ് അയക്കുന്നത്, ആ നന്ദുവിനാണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫംഗ്ഷൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തതാണ് എന്ന് പറയും. ഓ, ആർക്കറിയാം ഇവൻ ഈ കാണിക്കുന്നതൊക്കെ സത്യം, പറയുന്നത് സത്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വണ്ടിയിലേക്ക് കയറാനായിട്ട് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ അവിടെ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയുവാണ്. എല്ലാവരും ഇറങ്ങി പോകുന്നതിന് ശേഷവും അഭി നവ്യയോട് പറയുവാണ്, നവ്യ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണം, കുഞ്ഞിനോ നിനക്കോ എന്താവശ്യം വന്നാലും അന്നേരം തന്നെ എന്നെ വിളിക്കണം, ഞാനിങ്ങ് വന്നോളാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനും ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. നവ്യയും ചേർത്ത് പിടിച്ച് ഒരു നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഭയങ്കര സ്നേഹം അഭിക്ക്. എന്തായാലും അഭി പോയി കഴിയുമ്പോഴേക്കും കനക ഇങ്ങനെ സംശയത്തോടെ പറയുവാണ്, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി, ആ ജലജയുടെ സംസാരം കേട്ടിട്ട് എന്തൊക്കെയോ മൂടി വെച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പം ഗോവിന്ദനും അങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയും, ആരൊക്കെ എന്തൊക്കെ മൂടി വെച്ചാലും കുറേ കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുമല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം കനക ചോദിക്കും, നിന്നോട് അഭി എന്തെങ്കിലും പറഞ്ഞു എന്ന്. അദ്ദേഹം പെട്ടെന്ന് നവ്യ, ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ലെന്നാണ് പറയുന്നത്, പക്ഷെ രണ്ടുപേർക്കും നല്ല സംശയമുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശിക്ക് ആകെ വിഷമമായി അനഘയെ കണ്ടിട്ട് വന്നതിന് ശേഷം അന്നേരം പറയുന്നുണ്ട്, ആ കുട്ടിയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും അറിയാതെയാണ് ഇവിടെ കിടന്ന് കുറേ എണ്ണങ്ങൾ ബഹളം വെക്കുന്നത്, എന്തൊക്കെയോ ഉണ്ട്, ഒരു കുറവും ഇല്ലാതെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്, എന്നിട്ടും അടിക്കും വഴക്കിനും ഒരു കുറവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മനുഷ്യൻ അങ്ങനെയാണ്, സമ്പത്തും ആരോഗ്യവും ഉള്ളിടത്തോളം കാലം അതെന്നും ഉണ്ടാകും എന്ന് കരുതി അഹങ്കരിക്കും, അതില്ലാതാവുമ്പോഴേ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് ഇതുവരെ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പം നമുക്കത് അറിയണ്ട, അത് ആരാണെങ്കിലും ചന്തുമോൾ ഇവിടെ തന്നെ ഇനി കാണും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് തന്നെ, ഇനിയിപ്പം ചന്തുമോളുടെ അച്ഛൻ ആരായാലും മോളുടെ വിവാഹം വരെ മോൾ ഇവിടെ തന്നെ കാണും, പിന്നെ നമ്മൾ ജലജയെ വളർത്തിയ പോലെ തന്നെ നയനയും ആദർശം കൂടി മോളെ വളർത്തിക്കോളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവർ ന്യായമായ കാര്യങ്ങൾ ചെയ്തും കൊടുത്തോളും, വേണമെങ്കിൽ നമ്മളുടെ സ്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുക്കുകയും ചെയ്യാം, അതിൽ ആദർശനോ നയനയ്ക്കോ ഒന്നും വിരോധം കാണില്ല, വിരോധമുള്ള ചിലർ കാണും, അത് കാര്യമാക്കുകയും വേണ്ട എന്നൊക്കെ അവർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭിയുടെ കൂട്ടുകാരായ ഗുണ്ടകളെ കാണാൻ പോയിട്ടുണ്ട്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അവിടെ ആ വീടിന് ചുറ്റും CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് സാറിന് മുത്തശ്ശൻ എന്ന് പറയുമ്പം, അങ്ങേരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭീഷണിയുണ്ട് എന്ന് സംശയമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്തത്. ഏതായാലും കോമ സ്റ്റേജിൽ കിടക്കുന്ന അവളെ ഒന്നും ചെയ്യാൻ പോകണ്ട, ഇനിയിപ്പം എന്തെങ്കിലും മാറ്റമുണ്ട്, അവളുടെ കയ്യോ കാലോ ചലിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പം അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുക. അവിടെ ഒരു സ്ത്രീയെ നിർത്തിയിട്ടുണ്ട് സാറിൻ്റെ മുത്തശ്ശൻ, അവരവിടെ ഇല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ കയറി ഇറങ്ങുന്നത് അവളുടെ ബന്ധു എന്ന നിലയിലാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നോക്കാൻ നിൽക്കുന്നവളെ ആദ്യം കോമയിലാക്കണം, എന്നിട്ട് അനക്കെ ഇവിടുന്ന് അങ്ങ് പറഞ്ഞു വിടണമെന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, ഇതിനകത്ത് യാതൊരു പിഴവും വരരുത്, വന്നിട്ടുണ്ടെങ്കിൽ സാറാണ് കുടുങ്ങുന്നത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെ ഒരു പിഴവും പറ്റത്തില്ല, അങ്ങനെ പറ്റാനായിരുന്നെങ്കിൽ അവൾ അതെല്ലാം വിളിച്ച് മുത്തശ്ശനോട് പറഞ്ഞേനെ, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്, ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ മകളാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നേക്കുന്ന ആ ചന്തുവിനെ എൻ്റെ ഏട്ടത്തി മകളായിട്ട് ഏറ്റെടുത്തു, അതുപോലെ വീട്ടിലുള്ള എല്ലാവരും അവളെ അങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, അതിനൊരു മാറ്റമൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം കൂടെയുള്ള അവന്മാർ പറയുവാണ്, സാറിൻ്റെ മകളാണത്, അത് മറന്നു പോകരുതെന്ന് പറയുമ്പം, എന്ത് മകള്, എന്നോ ഒരു അബദ്ധം പറ്റിയുണ്ടായ അവളെയൊന്നും ഞാൻ എൻ്റെ മകളായിട്ട് കണക്കാക്കിയിട്ടില്ല, കല്യാണം കഴിച്ച് എനിക്കിപ്പോൾ ഉണ്ടായ കുഞ്ഞിനെ പോലും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കരുതിയിട്ടില്ല, എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുന്ന ഒന്നിനെയും ഞാൻ അംഗീകരിക്കാറില്ല എന്നൊക്കെയാണ് അഭി പറയുന്നത്. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ചന്തുമോളെയാണ്. ചന്തുമോൾക്ക് നയന വരാത്തതുകൊണ്ട് ആകെ വിഷമം. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ താമസിച്ചേ വരുള്ളൂ, അതുകൊണ്ട് മോൾ അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കേണ്ട, മുത്തശ്ശി കഥയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ഇവർ പഴയ കാലത്തെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നയന വരുന്നത്. നയനയെ കാണുന്നതേ മോൾ ഓടിപ്പോയി നയനെ അങ്ങ് കയറി കെട്ടിപ്പിടിക്കൂട്ടോ. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, പോയിട്ട് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, നന്നായിട്ടാണോ നടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയും,
കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയ ചിലരുടെ നാക്ക് മുത്തച്ഛനറിയാലോ, അതുകൊണ്ട് മുള്ളും മുനയും വെച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് എന്ന് പറയും. അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യങ്ങൾ ഉടനെയൊന്നും അവരെ അറിയിക്കേണ്ട എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എന്ന് കരുതി ഇത് ഒരുപാട് കാലമൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ല മുത്തച്ഛ. കാരണം അങ്ങനെ മൂടി വെച്ച സമയത്താണ് ആദർശേട്ടനെ അഭി ഭീഷണിപ്പെടുത്തിയത്. ഇനിയിപ്പം എൻ്റെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല എന്നൊരു നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചായിരിക്കും അഭിയും അഭിയുടെ അമ്മയും നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി എങ്ങനെയെങ്കിലും ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന കാര്യം തെളിയണം. കാരണം ഇതിൻ്റെ പേരിൽ പഴിയേകുന്നത് എൻ്റെ ഭർത്താവാണ്, ആദർശേട്ടനാണ്. അതുകൊണ്ട് അത് തെളിയിക്കുക തന്നെ വേണം. ആദർശേട്ടൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. ഇനിയിപ്പം അത് തെളിഞ്ഞാലും അതിൻ്റെ മോളുടെ അച്ഛൻ ആരാണ് എന്ന് തെളിഞ്ഞാലും ഇല്ലെങ്കിലും ചന്തുമോളെ വിട്ട് കളയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്നും ഇവൾ ഞങ്ങളുടെ കുട്ടിയായി തന്നെ വളരും എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മുതിച്ച് പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നയനമോൾ നമ്മളെപ്പോലെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന്. ധൈര്യമായിട്ട് ഈ കുടുംബത്തിൻ്റെ താക്കോലും മോളുടെ കയ്യിലോട്ട് കൊടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവർ. പിന്നെ കാണിക്കുന്നത് ദേവയാനിയുടെ അടുത്തോട്ട് ആദർശ് വരുവാട്ടോ. ആദ്യത്തെ ദേഷ്യമൊക്കെ ദേവയാനിക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവയാനി ആദർശിനെ കാണുന്നതേ പറയുവാണ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, അത് സംസാരിക്കണം എന്ന് ഓർത്തപ്പോൾ തന്നെ നീ ഇങ്ങോട്ട് വന്നല്ലോ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂട്ടുകാരിയെ പോയി കാണണം. കൂട്ടുകാരി ഗൈനക്കോളജിസ്റ്റ് ആട്ടോ, അവളെ പോയി കാണണം. അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ടെസ്റ്റൊക്കെ നടത്താനുണ്ടെങ്കിൽ നടത്തിയിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഉടനെ തന്നെ നയനയ്ക്കൊരു കുഞ്ഞുണ്ടാകണം. അങ്ങനെ സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞുണ്ടായാലെങ്കിലും അവൾ ചന്തുമോളെ സ്നേഹിക്കുന്നത് കുറഞ്ഞോളും എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അവിടെയാണ് അമ്മയ്ക്ക് തെറ്റുപറ്റിയത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടായാലും നയന ചന്തുമോളെ വിട്ട് കളയും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളല്ലേ എന്ന്. എന്നിട്ട് പറയും, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇന്ന് ആ ഡോക്ടറെ പോയി കാണണം. ഇവളെപ്പോലെ ഒരു പെൺകുട്ടി അല്ലായിരുന്നു നിൻ്റെ ഭാര്യ എങ്കിൽ പണ്ടേ നിന്നെ കളഞ്ഞിട്ട് പോയേനെ എന്നിങ്ങനെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അത് നേരാണ്, എൻ്റെ ഭാഗത്തെ ന്യായം പോലും കേൾക്കാൻ ചിലപ്പോൾ നിന്ന് തരില്ലായിരുന്നു എന്ന് പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാഗത്ത് എന്ത് ന്യായമാണ് ഉള്ളത്? ആ കുട്ടിയുടെ അച്ഛൻ നീ അല്ല എന്ന് തെളിയിക്കാൻ നിനക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇതൊന്നും അംഗീകരിച്ച് തരാനോ ഇതൊന്നും അന്വേഷിക്കാനോ നിൽക്കില്ലായിരുന്നു, നീ ഇപ്പോൾ ഒറ്റയ്ക്കായേനെ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ശരിക്കും അവളുടെ കാല് കഴുകിയ വെള്ളം നീ കുടിക്കേണ്ടതാണ്. അവളായതുകൊണ്ടാണ് ഇതെല്ലാം സഹിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് സ്വന്തമായിട്ട് അവളുടെ ചോരയിൽ ഒരു കുഞ്ഞിനെ നീ കൊടുക്കണം. ആ കുഞ്ഞിനെ ലാളിക്കാനാണ് എനിക്കും ഇഷ്ടം. അതുകൊണ്ട് ഹേമയുടെ അടുത്ത്, കൂട്ടുകാരിയുടെ പേരാട്ടോ ഹേമ, ഹേമയുടെ അടുത്തോട്ട് നിങ്ങൾ ചെല്ലണം, ടെസ്റ്റൊക്കെ നടത്തണം എന്ന് പറയുന്നു. ആദർശ് സമ്മതിക്കുന്നുണ്ട്, ഇന്ന് തന്നെ ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോരുക. ഏതായാലും രണ്ടുപേരോട് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുവാണ്. ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ പ്രോബ്ലം ഉള്ളത് ആദർശിനാണ്. അതുകൊണ്ട് ആദർശ് ഇപ്പം രണ്ടുപേരും മെഡിസിൻ കഴിക്കണം. ആ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഫലമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഉടനെ ഒരു കുഞ്ഞിനെ നിങ്ങൾ ആഗ്രഹിക്കരുത്, ഇത്തിരി താമസമുണ്ട് എന്ന് പറയും. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, എന്നെ ദേവയാനി വിളിച്ചപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഏതായാലും നയന ഒരമ്മയാകുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കിട്ടിയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഒരു കുഞ്ഞ് നയനയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ചന്തുവിനെ സ്നേഹിക്കുന്നത് കുറഞ്ഞോളും എന്നാണ് ദേവയാനിയുടെ ഭാവം. പക്ഷെ മുത്തശ്ശൻ എന്നെ വിളിച്ചായിരുന്നു, നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് കരുതി. അന്നേരം മുത്തശ്ശൻ പറഞ്ഞത്, ഇനിയിപ്പം 10 കുട്ടികളുണ്ടായാലും നയന ചന്തുമോളെ വിട്ട് കളയില്ല എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അത് സത്യമാണ്, ഇനിയെന്നും എൻ്റെ ഒരു മൂത്ത കുട്ടിയായിട്ട് എൻ്റെ കൂടെ ചന്തുമോള് കാണുമെന്നാണ് നയന പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവരവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നു. പോകുന്നതിന് ശേഷം വണ്ടി വെച്ച് നയന ആദർശനോട് പറയുവാണ്, ആദർശേട്ടനെ ഇനി അച്ഛ എന്ന് വിളിക്കണം. അതിനി ആദർശേട്ടൻ തടസ്സം നിൽക്കരുത്. എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആദർശേട്ടനെ അച്ഛ എന്ന് വിളിച്ചെന്നോർത്ത് എന്താ കുഴപ്പം? നമ്മൾ ഈ കൊച്ചു കുട്ടികളെ പോലെ ആകരുത്. ആ മോളുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. അനഘയുടെ കിടപ്പ് നമ്മൾ കണ്ടതല്ലേ, അവൾക്കൊരാശ്വാസം ആകണമെങ്കിൽ നമ്മൾ മോളെ നന്നായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ആ ടെസ്റ്റ് റിസൾട്ട് ഇങ്ങ് വരട്ടെ, എന്നിട്ട് എല്ലാം ശരിയാക്കാം എന്ന് പറയുമ്പോൾ അതൊന്നും പോരാ, മോൾക്ക് ആദർശേനോടുള്ള ദേഷ്യം പേടി മാറ്റി മോൾ ആദർശേനെ സ്നേഹിച്ചു തുടങ്ങണം എന്നൊക്കെ പറയുമ്പോൾ
ആദർശ് അങ്ങ് സമ്മതിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ മോൾക്ക് കുറേ ഷോപ്പിംഗ് ഉണ്ട്, നമുക്ക് കടയിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ അതും ആദർശ് സമ്മതിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനി എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പയ്യെ മോൾ അടുത്തോട്ട് വരും. അന്നേരം ദേവയാനി ചോദിക്കും, എന്താ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ മുത്തശ്ശിയുടെ അടുത്തിരുന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ അടുത്തോട്ട് വരണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ, പിന്നെ നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പം നയനാമ്മ പറഞ്ഞിട്ടാ വന്നത് എന്ന് പറയും. അന്നേരം നയനാമ്മ പറഞ്ഞിട്ടാ വന്നത് എങ്കിൽ നയനാമ്മയുടെ അടുത്ത് പോയിരുന്നോളാം, എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറയും. അന്നേരം ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെ വെറുക്കണമെന്ന് മനസ്സിൽ ഓർക്കും തോറും വീണ്ടും വീണ്ടും എനിക്ക് ഈ മോളോട് ഇഷ്ടം തോന്നുവാണല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ജയനും അജയനോട് വരുന്നത്. അന്നേരം മോൾക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും അവർ. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ എല്ലാവരും കൂടി ഇവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ജയൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ദേവയാനി, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലേ, അതൊരു കുഞ്ഞു കുട്ടിയല്ലേ, അതിനോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? ഏതായാലും നിൻ്റെ മരുമോളുടെ നാലൊന്ന് വിവരം പോലും നിനക്കില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, ശരിയാ, അവളുടെ അത്രയും വിവരം എനിക്കില്ല, എല്ലാ കാര്യത്തിലും ഞാൻ അവളേലും താഴെയാണ്. അവളുടെ സ്വന്തം ജീവിതം കളഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും, എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, എൻ്റെ മരുമോളെ പോലത്തെ ഒരു കുട്ടിയായിരുന്നു നയനെങ്കിൽ ഈ വീട്ടിൽ അടിയും വഴക്കും ഒഴിഞ്ഞ സമയം കാണിയലായിരുന്നു. ഏതായാലും നയനമോൾ ഈ കുടുംബത്തിലുള്ളത് ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് ഒരു പ്രധാന കാരണമാണ് എന്നൊക്കെ അവർ പറയുമ്പം അതെല്ലാം കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.